ഫ്രണ്ട്സ്, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 100 പേർ നമ്മളെ പ്രശംസിച്ചാലും അത് അധിക ദിവസം നമ്മുടെ മൈൻഡിൽ ഉണ്ടാകില്ല. എന്നാൽ ഒരാൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിറ്റിസിസം ദിവസങ്ങളോളം നമ്മുടെ ബ്രെയിനിൽ കിടക്കും. ഇത് നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് സംഭവിക്കുന്നതല്ല. നമ്മുടെ ബ്രെയിൻ ഒരു സർവൈവൽ സിസ്റ്റത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഈ കാട്ടിലൊക്കെയാണ് ജീവിച്ചതെന്ന് നമുക്കറിയാം. അവരെപ്പോഴും ഏതൊരു സാഹചര്യത്തിലും അപകടങ്ങളെയാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. അത് ഉറങ്ങുമ്പോഴാകട്ടെ, ഇര തേടുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്താകട്ടെ, അവരെപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ ബ്രെയിനെ അലേർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഇവോൾവ് ചെയ്യപ്പെട്ടു. അതായത് ഒരു സർവൈവൽ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ കണ്ടീഷൻ ചെയ്യപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മുടെ പാസ്റ്റിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ എടുത്താൽ പോലും, ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂയോ എക്സാമോ എന്തെങ്കിലും പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു, അവിടെയൊക്കെ നമ്മളെ ഹർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം സ്റ്റോറി ടെല്ലറാണ്. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകി നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കഥകൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സൈക്കോളജി മനസ്സിലാക്കിയാണ് നമ്മുടെ മുഖ്യധാര ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാപ്പിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കുവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അത് കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ബ്രെയിൻ കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ്. ഈ ബ്രെയിനിനെ നമുക്ക് റീട്രെയിൻ ചെയ്യിക്കുവാൻ കഴിയും, അല്ലെങ്കിൽ റീകണ്ടീഷൻ ചെയ്യുവാൻ കഴിയും. അതായത് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള പല വിശ്വാസങ്ങളും അല്ലെങ്കിൽ ജീവിത മൂല്യങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഇൻഫോർമേഷൻസ് ആയിട്ട് വന്നതാണ്. ആ രീതിയിലാണ് നമ്മൾ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു തോട്ട് വരുന്ന സമയത്ത് അതൊരു ഫാക്റ്റ് ആണെന്ന് കരുതാതിരിക്കുക. എ തോട്ട് ജസ്റ്റ് എ തോട്ട്. ഒരു തോട്ട് എന്ന് പറയുന്നത്, ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു ചിന്ത മാത്രമാണ്. അതിന് അർത്ഥങ്ങൾ നൽകണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അല്ലെങ്കിൽ ആ ഒരു ചിന്ത വരും, കുറച്ചു നേരം നമ്മുടെ ഉള്ളിൽ നിൽക്കും, അതങ്ങ് പോയിക്കോളും. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ്, ഒരു തോട്ടിനെ ഫാക്റ്റായിട്ട് കാണാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില വിജയങ്ങളൊക്കെ ഉണ്ട്. അത് മഹത്തരമായിട്ടുള്ള വിജയങ്ങളാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഏതെങ്കിലും ചെറിയ വിജയങ്ങളാണെങ്കിലും ബ്രെയിനിന് അത് മതി. അതൊക്കെ നിരന്തരമായിട്ടൊന്ന് കുറച്ച് ദിവസത്തേക്ക് ഓർക്കാനായിട്ട് ശ്രമിക്കുക. പറ്റുമെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് അതിന്മേലൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ബ്രെയിൻ അവിടെ റീട്രെയിൻ ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളും എനിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ ബ്രെയിൻ റീട്രെയിൻ ചെയ്യപ്പെടുകയാണ്. അടുത്ത അവസാനത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നെഗറ്റീവായിട്ടുള്ള കണ്ടൻസിൻ്റെ കൺസംഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കാണുന്നത്, ഡിബേറ്റ്സുകൾ കാണുന്നത്, ഗോസിപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം പതുക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നിർത്താൻ കഴിയില്ല. പതുക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ ഈ 3-4 കാര്യങ്ങൾ നമ്മളൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്.